ഹലോ ഗ്യാങ് ഹൗസിലോട്ടോ ആ ഓക്കെ അങ്ങോട്ട് രായനൊക്കെ ഗ്യാങ് ഹൗസിലോട്ട് വരുന്നടാ. എടാ അശ്വനെ കൂടെ ഒന്ന് വിളിക്കൂ. ഇച്ചിരി ബാക്ക് കയറണം എന്നാലേ വരത്തുള്ളൂ. അയ്യോ എടാ സോറി അശ്വനെ വണ്ടി കേറ്. പെട്ടെന്ന് വാ. എടാ ഗ്യാങ് ഹൗസിലോട്ട് വാടാ. എല്ലാരും വണ്ടി എടുത്ത് ഗ്യാങ് ഹൗസിലോട്ട് വാ. വേറൊരു വണ്ടിയുടെ കുഴപ്പമുണ്ട്. അതൊന്നും എന്നെ കറ്റാത്ത കുടുംബത്തിൽ കയറ്റ കോട്ടെ. എടാ എലക്ഷൻ എന്തി കേറിയോ അവൻ? എടാ ലക്സ് എന്തി ലക്സ് എലസ്റ്റ് കേറിയാ? കേറി അശ്വനെ ഹലോ. വാസു പറയടാ. അശ്വനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കുറച്ചുപേര് പോയായിരുന്നു അശ്വനെ. എന്ത് പറ്റി? പെൻഷൻ പറ്റി പോയതാണോ? അശ്വനെ സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോ എനിക്കല്ലേ ആദ്യം പെൻഷൻ പറ്റണ്ടേ? എനിക്ക് എത്ര വയസ്സായി? പെൻഷൻ കൊടുക്കാൻ പറ്റാവോ? ഒരു കണക്കിന് പട്ടാളല്ലേ? വെടി പോകാം. അശ്വനെ അത് കുറച്ച് അവർക്ക് വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവര് പോയായിരുന്നു. അപ്പൊ നമ്മുടെ രായനൊക്കെ ഓർമ്മയില്ലേ? രായന് ഓർമ്മയില്ലേ? പിന്നില്ലാണ്ട്. രായൻ അപ്പൊ ഇപ്പൊ ഇവിടെ ബെല്ലാരി കുടുംബത്തില് കേറി. അതെയാ? ശരി. രായനല്ലേ ഇവിടെ ഉണ്ടാവണ്ട അപ്പൊ? ഇന്ന് വന്ന് രായൻ ഇന്ന് കൊറേ നാൾ ഇവിടെ ഇല്ലായിരുന്നു. ഒരു 3-4 മാസമായി രായനെ കണ്ടിട്ട്. രായൻ എന്തായിരുന്നു? എന്റെ അമ്മ ഈ ഊമ്പിയ ക്യാമറ ഉണ്ടാക്കി വെച്ച ഗവൺമെന്റ് തലയിൽ ഇടുത്തി വീണ അവൻ പൊഴിച്ചു കത്തുവാണേ. അത്ര പൈസ പോവല്ലേ? പിന്നെ 5 ലക്ഷം. അവരെല്ലാരും കൂടി വന്നേക്കണം. ഇങ്ങനെയാണോ പാർക്ക് ചെയ്യുന്നത്? നെഞ്ഞത്തോട്ട് വാസു അവരപ്പം പോയല്ലേ? ഇങ്ങോട്ട് വാ അശ്വനെ വാ. ഇതാരത്? അശ്വനെ ഓർമ്മണ്ടാ? വിജയം വിടേണ്ടി വരും. മയിര് ആഴ്ചക്ക് മുടിയാറ്റുന്നവനെയൊക്കെ എങ്ങനെ മനസ്സിലാവാനാ? കാണുന്നല്ലേ ഇതാരാ പൈനാപ്പിൾ തന്നെ? ഏതാ ഫ്രെയിം? എടാ വാ അത്തോട്ട് വാ. മീറ്റിംഗ് റൂമിലോട്ട് വാ. അങ്ങോട്ട് കൊണ്ടുവാ. വരുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കട്ടെ. ഒരണ്ടിയില്ല ഇവിടെ. അണ്ടി മാത്രമേ ഉള്ളോ? എന്തിനു വർത്താനം അപ്പുകൂട്ടാ? അതല്ല അണ്ടി മാത്രമേ ഉള്ളൂ. അണ്ടി എടുത്ത് കൊടുക്കട്ടെ. ഉള്ളത് കൂടെ. ചന്ദ്രൻ ഇന്ന് പുറത്തു പോയേക്കണടാ. ഇന്ന് ടർഫായിരുന്നു നമുക്ക് ആക്ച്വലി. അപ്പൊ ടർഫ് ലാസ്റ്റ് ടർഫ് നാളത്തേക്ക് മാറ്റി വെച്ച്. ഇതെന്താ ഇവൻ തലയിൽ ഇങ്ങനെ വെച്ചിരിക്കണേ? അല്ല അവൻ അങ്ങനെയാണ്, അവന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഇവനെ തിരിച്ചാർത്തിട്ട് പോയി പറഞ്ഞു വിട്ടാ. എല്ലാവരും ഒന്ന് ഇരിക്കണേ. കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു വാസുവിന്റെ അടുത്ത്. മന്ദാരം കല്യാണമൊക്കെ കഴിയാറായി മന്ദാരത്തിന്റെ. ഞാനെല്ലാം അറിയുന്നുണ്ട്. ഇന്നൊരു കൊച്ചുണ്ടായെന്ന് പറഞ്ഞ എന്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു എനിക്ക്. കൊച്ചൊക്കെ ഉണ്ട്, നമ്മളടുത്തൊന്നും പറഞ്ഞില്ല. എന്നോട് പോലും പറഞ്ഞില്ല. പിന്നല്ലേ ആ കൊച്ചിനെ ഞാൻ ദത്തെടുത്താ. അത് ഷിജു ഇപ്പൊ ദത്തെടുപ്പ് ഇവിടെ ഒരു ട്രെൻഡാണ്. അതെ എടാ എല്ലാരും ഇരിക്കടാ. നിങ്ങളെല്ലാം ഇരിക്കടാ. പത്തം പറ്റി കഴിയുമ്പോ ദത്തെടുത്തെന്ന് പറഞ്ഞാൽ എല്ലാരും കയറി നീ വാ.
വില്ലി ഇറങ്ങിയാടാ വില്ലി ഇറങ്ങിയാ ഇല്ല ഇറങ്ങില്ലോ ഇരുന്നിട്ടിരിക്കണ്ട ഇങ്ങനെ ഇരുന്ന പക്കോ എല്ലാരും കഴിക്കണം ഫുഡ് ഇനി ഫുഡൊക്കെ കഴിക്കണം. ചായ ഓ ഓ ഗുലാനാണത്. ഗുലാൻ എന്തി ഗുലാൻ വന്നില്ലേ? ഇല്ല ഗുലാൻ വന്നില്ലണ്ണ. ഇവിടെ ഇല്ല. നമ്മള് പുതിയതായിട്ട് ഞാന് സ്റ്റീവ് പിന്നെ ഫ്ലഫിയാണ് പുതിയതായിട്ട് കയറിയത്. അതല്ലാതെ പുതിയൊരു പയ്യനും കൂടി ടൂൾ എന്ന് പറയും. അല്ലാതെ പുതിയതായിട്ട് ഇറ്റാച്ച ഉണ്ട്. അവനും ഇല്ല. മനസ്സിലായി. അവൻ ഫ്ലഫി ഒന്നുമില്ല. ഫ്ലഫി ഇതായില്ല റേഡിയോ അവ കയറി ഉടനെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാ ഇറങ്ങി. ഓക്കെ പറയടാ. ഇതെന്നാ എല്ലാരും ഒന്ന് പരിചയപ്പെടും. പുതിയതായിട്ടുള്ള ആൾക്കാരുണ്ടെണ്ണ. അപ്പൊ ജസ്റ്റ് കുറച്ചേരൊക്കെ കാണാൻ അറിയാം. ഏബല് ശിവ പുതിയ ആൾക്കാരൊക്കെ പുതിയതായിട്ട് കുറച്ചുപേര്. എടാ ഫ്രണ്ടിലോട്ട് വാടാ. റെനു സിദ്ധു ഹോമസാപ്പ വാടാ ഫ്രണ്ട് വാ. ഇവരൊക്കെ പുതിയ മെമ്പേഴ്സ് ആണ്. പുതിയതായിട്ട് വന്നവരെ ഒന്നൊന്ന് എല്ലാരും ഒന്ന് അവരോരോ ഇൻട്രൊഡ്യൂസ് ചെയ്യടാ. അവരെ നിങ്ങളുടെ പേരും കാര്യങ്ങളൊന്നും പറയാം. ഞാൻ സിദ്ധു. എടാ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാടാ. അവിടെ സംസാരിക്കടാ. ഇവിടെ സംസാരിക്കുമല്ലേ എല്ലാരും? നിങ്ങളെല്ലാം ഇങ്ങോട്ട് വാ. ഇത് ഞാൻ മാത്രമേ കേട്ടുള്ളൂ. ഇത് സിദ്ധു അണ്ണ. ഹായ് സിദ്ധു. ഹായ്. അടുത്ത ആള് ഞാൻ റിനു ഡബ്ല്യു. ഹായ് റിനു. ഹായ്. എന്താ പേരെന്താ? കക്കായി. ഓക്കെ. ഹായ്. ബാബാ അടുത്ത ആള് പെട്ടെന്ന് എന്തിരുത് ഇടത്തില്. പെട്ടെന്ന് സ്റ്റേജ് പരിപാടിയാ. നിർത്ത്. അവൻ പോയാ ഉറക്കോ? പോയാട്ടാ പകുതി ആൾക്കാർ പോയി. പറ ഹോമസാപ്പ്. ഹായടാ. എല്ലാരും പരിചയപ്പെട്ടേ സന്തോഷം. എല്ലാരും ഇല്ലല്ലേ അണ്ണ ഇന്ന്? ആശാരെ എല്ലാരും ഇല്ലല്ലേ ഗാങ്ങില് ഇന്ന്? ഇല്ലടാ, നമ്മള് ആകെ കുറച്ചുപേരുള്ളൂ. ഇന്ന് കുറെ പേര് ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. എല്ലാരും ടർഫ് വാറിന് വേണ്ടിട്ട് നമ്മളെ ലൈനപ്പ് ഇട്ടിട്ട് ടർഫ് മാത്രം കളിച്ചിട്ട് പോവാന്നുള്ള രീതിയിൽ ഇരുന്നതാ. അപ്പഴേ ആശ വന്നപ്പോ പുതിയ നമസ്കാരം. ഇതിന്റെ ശബ്ദമൊക്കെ മാറിയല്ലോ. പപ്പടത്തിന്റെ വിസിയാണ് ആണല്ലേ? ഓ അതീന്നാണല്ലേ? ഓക്കെ. എന്നാ ആശ വന്നപ്പോ ഞങ്ങള് ചുമ്മാ കുറച്ചേരം സംസാരിച്ചിരിക്കാന്ന് പറഞ്ഞ സ്കൂളിലൊക്കെ പോയി. ഇന്ന് ആരും ഇല്ല, ടിവിയിൽ ആരും ഇല്ല. കൊറേ ദിവസമായി കണ്ടിട്ട്. അപ്പൊ നിങ്ങക്ക് ഇത്ര ഇതിനകത്ത് സ്ലോട്ട് ഉണ്ടായിരുന്നു? എത്രയും ഇല്ല, ഇപ്പൊ ഫുൾ ആണ്. 35 വരെ. കറക്റ്റ് 35 35. ഓ ഇനിയിപ്പം 35 പേരുള്ളതുകൊണ്ട് പ്രീ വാറിനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ആൾക്കാരൊക്കെ ഇറങ്ങാം. 35 രണ്ടിടത്തും ഉണ്ട്. അപ്പൊ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ മാറി നാരങ്ങ മൂടൻ. നാരങ്ങ മൂടനല്ലത്. അപ്പൊ അവിടെ ഡയസിലും ഇവിടെ എല്ലാരും അങ്ങനെ ഇവിടുന്ന് ഉള്ള കുറച്ചുപേര് അപ്പുറത്തും ഉണ്ട്. ഞാൻ കണ്ടായിരുന്നു. സ്റ്റാലിനെ ഇവരൊക്കെ കണ്ടായിരുന്നു. 3-4 പേര് അപ്പുറത്തും ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മളിവിടെ ഓടാ സെറ്റ്. അപ്പൊ അടിപൊളിയായിട്ട് പോട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മളിവിടെ കണ്ടതിനുണ്ട്. ഉറപ്പായിട്ടല്ല. അതാ എനിക്കും പറയാനുള്ളത് വെച്ചാ, ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേർ സെറ്റ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നീ വേണം മുന്നിൽ വന്ന്. അണ്ണ അതൊന്നും ഒരു പ്രശ്നം വരത്തില്ല. ഇവിടെ അടുത്ത് ഓൾറെഡി ഞാൻ ഇവിടെ ഇല്ലെങ്കിലും പറഞ്ഞു വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. ആരും പ്രശ്നത്തിന് ആരും അങ്ങോട്ടൊന്നും വരത്തില്ല. അല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്നാൽ പോലും അഥവാ എന്തെങ്കിലും സംസാരം വന്നാൽ പോലും അടുത്തൊന്നും സംസാരിക്കണം. ഞാൻ ഇപ്പൊ ഇവിടെ ഇല്ലെങ്കിൽ പോലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ പുതിയ പിള്ളേരാണ്. അപ്പൊ അവിടെ എന്ന് പറയുമ്പോ നമ്മുടെ കൂടെ ഒരുമിച്ച് നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാലോടാ. അപ്പൊ നമ്മളില്ലാത്ത സമയത്താണെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കയ്യിൽ നിന്ന് പോകും. അറിയാലോ എല്ലാവർക്കും. എന്തെങ്കിലും അഥവാ ഉണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറയാം. അതാണ് അത് മാത്രമേ ഉള്ളൂ. വേറൊരു പ്രശ്നമില്ല. നമുക്ക് ഒരുമിച്ച് പോകണ തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തന്നെ പറഞ്ഞാൽ മതി. ഇല്ല, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. വേറെ പ്രശ്നമായിട്ട് അങ്ങനെയൊന്നും ഇല്ല. എന്തെങ്കിലും വന്ന് കണ്ടതിൽ ഒരുപാട് സന്തോഷമായ സത്യം. അതങ്ങനെ കാണാൻ വേണ്ടി ഇരുന്ന ഫോണ് കളഞ്ഞു വേണം. അന്നൊരു സിറ്റുവേഷനില്ലേ കത്തിപ്പോയപ്പം ഐഡിയ എല്ലാം പോയി. അപ്പൊ അതുകൊണ്ടാണ് ഡിലേ ആയത്.
ഓക്കെയാണ്. അപ്പൊ നമ്മള് ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് പോട്ടെ, കിടിലായിട്ട് പോട്ടെ പിള്ളേര്. എല്ലാരും ഇപ്പൊ വെടിവീരന്മാരെല്ലാരും വന്നല്ലോ. ഇനിയിപ്പോ സെറ്റ് ഓൾറെഡി അവര് സെറ്റാണ്. വെടി വെക്കുന്ന ആൾക്കാർ വെടിയല്ല, ആ വെടി തോക്കോണ്ട് ആശാനെ. ഓൾറെഡി സെറ്റാണ് അവര്. എല്ലാരും ഓൾറെഡി നല്ലതായിട്ട് കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ നിങ്ങളാവുമ്പോ സെറ്റ് ആവും. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് പോട്ടെ. ഓക്കെ 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 ഓക്കെ. അപ്പൊ പോവാണെങ്കിൽ പോയിട്ട് പറയണ്ടോ? ഇല്ല വേറെ ഒന്നുമില്ല. എടാ എന്തെങ്കിലും പറയണ്ടോടാ? ഹലോ നോക്കെന്തേലും ഈ പിറകെ എന്താണ് ഉദ്ദേശം? നീല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവൻ മാസങ്ങൾക്ക് ശേഷം നിങ്ങൾ പോയതിന്റെ ഇത് ഞാൻ പറയാം. ഞാൻ പറയാം. ഇത് നമ്മള് പോയപ്പം എടുത്ത് കളയെന്ന് പറഞ്ഞ് ആക്റ്റീവ് ആയില്ലെങ്കിൽ അപ്പൊ അന്ന് എങ്ങനെയാണോ അതേപോലെ ഇപ്പോഴും ആക്റ്റീവ് ഒന്നും അല്ല. ഇടയ്ക്കിടയ്ക്ക് മോഹം കാണിക്കും വരും. അന്ന് പറഞ്ഞത്. അതിനുശേഷം പിന്നെ ആളെ കണ്ടിട്ടില്ലേ? ഒരു വ്യത്യാസമല്ലേ? ഒരു വ്യത്യാസമില്ല. ആ ഡ്രസ് നല്ലോണം ചേരുന്നുണ്ടല്ലേ അവന്. നല്ലോണം ചേർന്നുണ്ടാക്കിയവനെ. നീ വേണേ വിട്ടോ. ആയിട്ട് നിന്നോ അണ്ണാ? അപ്പൊ പോയിട്ട് ഇതെന്താ ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് പാടാടാ. എടാ എല്ലാരും എന്തായാലും ആളുടെ പേരാ അതൊക്കെ. അച്ഛനെ പ്രളയിച്ച എന്തോന്ന് പറയുന്നു. ഇവിടെ ആവത്തില്ല. ആശാനെ സന്തോഷമായി. ആശാനെ എല്ലാം കൊണ്ട് സന്തോഷായില്ലേ? പിന്നെ നല്ലൊരു ചെക്കനാട്ടോ. ആരാ? പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അതെ അതെ. എന്നാൽ ഇത്രയും പിള്ളേരെ കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നില്ല എന്നെ കാണിക്കാൻ. പിന്നെ അല്ല അതെല്ലാം നിങ്ങക്ക് എന്തേലും അറിയോ? ഒന്നും അറിയത്തില്ല. സംഭവം ഒന്നും അറിയത്തില്ല. ഇപ്പൊ എന്തോ വീട് കാഴ്ച നടന്ന പോലെയാണ് ആള് വിചാരിച്ചിരിക്കുന്നത്. എന്തൊക്കെ പറയണ നിങ്ങൾ ആശാനെ? എന്നാ എപ്പാന്ന് പെണ്ണാണ് പോന്നത് നമ്മള്? പെണ്ണിനെ ആര് കിട്ടണ അതിന് ആദ്യം? ഈ എലി ഞാൻ ഇനിയൊരു സത്യം പറയട്ടെ ആശാന്റെ അടുത്ത്. സത്യം പറഞ്ഞ ഈ എലിയെ കളഞ്ഞത് എന്തുകൊണ്ടാന്ന് അറിയോ? ഞാൻ വരുമ്പോ അവളില്ല, അവള് വരുമ്പോ ഞാനില്ല, ഞാൻ വരുമ്പോ അവളില്ല. ലാസ്റ്റ് മടുത്ത് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. തീർച്ചയായിട്ടും രണ്ടാളും ഇല്ലാണ്ട് കാര്യം നടക്കൂലല്ലോ. സംസാരം പോലും അതാണ്. സംസാരിക്കാൻ പോലും കിട്ടാറില്ല. എന്നെ വിളിക്കുന്നത് ഹലോ ഹലോ ഇതാരാ? എന്നോട് ജാനി എന്ന് പറഞ്ഞാണ്. ആര്? ഡെക്ലസ് ജാനിയ? അതെ അതെ അതെ. അതാരാ? അറിയത്തില്ല. വാജണ്ണനെ വിളിച്ചാല് വാജണ്ണ എല്ലാ ജഗായും ചെയ്തിട്ടുണ്ട് പറഞ്ഞു. ഞാൻ ജഗായ ഒന്നും ചെയ്യത്തില്ല. ജഗായ ഒക്കെ ചെയ്യുന്നത് ഞാൻ നിർത്തി. എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്. എന്തെങ്കിലും വിജയം ഉണ്ടെങ്കിൽ വാജണ്ണനെ വിളിച്ചാ മതിയാണ്. ഞാനിപ്പോ ഒരു പരിപാടിയിലാണേ. ഇത് കഴിയുമ്പോ ഞാൻ വിളിക്കാം നിന്നെ. വാറാവുമ്പോ തോക്കൊക്കെ ചെയ്യും. തോക്കും ജയിക്കും അങ്ങനൊന്നും ഇല്ല. ഒരു വാറ് തോറ്റെന്ന് പറഞ്ഞ വേറെ വലിയ സീനൊന്നും ഇല്ല. ഇപ്പൊ കെ വി തോറ്റു അവരെന്ത് അവര് മറ്റേ ഇമ്മോർട്ടൽസ് ഒന്നും അല്ലല്ലോ. അവരെത്ര പോയിട്ട്. അവര് 10 വാറ് ജയിച്ചത് ഇപ്പൊ ആരും കണ്ടില്ലല്ലോ. അതിൽ ഒരെണ്ണമല്ല തോറ്റുള്ളൂ. ഒരു വാറൊക്കെ തോക്കുകയൊക്കെ ചെയ്യും. അതൊന്നും ഒരു സീനില്ല. അതിനുള്ളത് അവര് തിരിച്ചു കൊടുത്തോളൂ. നമ്മള് തോറ്റില്ല T47 ആയിട്ട് 2 വട്ടം. അതുപോലെ അവര് അവര് ജയിച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. വേറെ അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. அந்த கோச் அல்ல இந்த கோச்சா? தெரியும். கோச் தான். கோச் என்னைக்குமே கோச் தான். என்னைக்குமே கோச் தான். അതാണ്. ഓക്കേ ആശാൻ, നൈസ് മീറ്റിംഗ് യു. ഓക്കേ മറ്റേ കോച്ച് അടിക്കാൻ കാണാന്ന്. നിന്നെ വിളിക്കുന്ന അശന നമ്മള് പുള്ളിയെ ഇപ്പൊ പുതിയതായിട്ട് എടുത്തതാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്ന പറഞ്ഞാൽ റിയൽ ലൈഫിൽ പുള്ളിയുടെ ഭാര്യ ഡിവോഴ്സിന്റെ വക്കിലായി. കാരണം 24 മണിക്കൂർ ഇതിനകത്ത് കയറി പെണ്ണുങ്ങളോട് കിണ്ടരിച്ചോണ്ടിരിക്കണം. രാപ്പകലില്ല ഇതിനകത്ത് തന്നെ.
ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പെമ്പിള്ളേരെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നൂല. അതൊരു പരമസത്യം. സത്യം അത് സത്യമാണ് കേട്ടോ. പക്ഷെ നമുക്ക് അങ്ങനെ കാണാൻ ഒരു പെണ്ണിനെയും കിട്ടൂല. എല്ലാ അച്ചിപ്പട്ടികളും കൊണ്ടു எல்லாத்தையும் பார்த்ததுக்கு அப்புறம் எப்படி வைக்கல ഇങ്ങ മാന്യന്മാരുണ്ട്. പക്ഷെ നിന്നെ പോലത്തെ കൊണ്ണുകളെ വെച്ചെടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് തന്നെ എന്താടാ ആശയം ഇങ്ങനെ ഒന്ന് മേടിക്കുക? മാന്യന്മാര് തന്നെയാണെന്ന് പറഞ്ഞത്. വാസു ഞാൻ ഇറങ്ങുறேன் വാസു. ഇവിടെ വാ വാസു. நான் இறங்குறேன். நான் நாளை பூஜை ഉണ്ട്. சோ அதனால I have to wake up early. എന്ത് പൂജ? Okay. நான் എന്ത് പൂജ? my dad passed away. No, அதுக்கு அந்த பூஜை ഉണ്ട് morning. ഓ ഓക്കെ അതിന്റെ ഓക്കെ പോയിട്ട് Okay. Bye da. Bye. വേണ്ടിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് നോക്കാം. അതിന് നിങ്ങൾ ഡെയിലി വരണം. നിങ്ങൾ ഡെയിലി വന്നാലേ അമ്മക്കുട്ടിയെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഏതാச்சுം കോൾ ചെയ്യണേ, ഞാൻ വരാം. കുറച്ച് ദിവസമുള്ള സമയം തരാം സിറ്റി കയറാൻ. അപ്പോഴത്തേക്ക് ഞാൻ എത്തേ സാധനം എല്ലാം എടുക്കാൻ ഞാൻ വരും. നീ ആലോചിച്ചിട്ടെല്ലാം പതുക്കെ വന്നാ മതി കേട്ടാ. തിരക്കിട്ട് കുഴപ്പമില്ല, ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല അവിടെ വെച്ചാൽ കുടിച്ചോളാം. ട്രെൻഡിങ് വാ 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 വാ. നീ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പെണ്ണ് കാണാൻ പോവാ. ഉറപ്പായിട്ട് പെണ്ണാണ് പോകണ്ടേ? പിന്നെ കിട്ടട്ടെ, പെണ്ണ് കിട്ടട്ടെ. പെണ്ണൊന്ന് സെറ്റ് ആയിട്ട് വേണം മോനെ. നീ ആദ്യം ഒന്ന് കണ്ട് സംസാരിക്കേ. എന്നിട്ട് നമുക്ക് പെണ്ണിന്റെ വീട്ടിൽ നട്ട് നല്ലൊരു നമുക്ക് നല്ല കുടുംബത്തിൽ പറഞ്ഞ പോലെ പോണം വാസുവേ. ഹസനെ, ഈ വട്ടം നമ്മൾ അങ്ങനെ ചാടി കീറി നേരെ പോയി പെണ്ണ് കാണുന്നത് ശരിയല്ല ഹസനെ. ഇപ്പൊ തന്നെ കൊറേ ആയി. ചിഞ്ചു, മഞ്ജു, അഞ്ചു, കുഞ്ചു എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണമായി. ഇനി അടുത്ത വട്ടം ആശാൻ വരുമ്പോ പുതിയ ഒരുത്തിയെ പരിചയപ്പെടുത്തി തരുന്നത് എനിക്കത് മോശമായിട്ട് തോന്നുന്ന ഒരു പരിപാടിയാ. ഇത് പിന്നെ നിനക്കൊരു സ്ഥിരായോണ്ട് കുഴപ്പമില്ല. പുതുമയുണ്ടെങ്കിലല്ലേ പേടിക്കാണ്ട്. ഇതിപ്പോ നിനക്ക് സ്ഥിരായില്ലേ, അതിനെ കുഴപ്പമില്ല. എടാ കേട്ടിട്ടില്ലേ, നാണമാനില്ലാത്തവന്റെ കുണ്ടിയിൽ ആല് മുലച്ചാൽ അത് ആസനം അല്ല, അതും താണല്. അതുകൊണ്ട് കുഴപ്പമില്ല, നിനക്കത് ശീലമായോണ്ട് പിന്നെ കുഴപ്പമില്ല. വേറെ ആയിരിക്കും ആണെങ്കിലേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. നീ അത് ശീലമായോണ്ട് ആ ആലും കൊണ്ട് നീ നടന്നോളും, കുഴപ്പമില്ല. ആലിന്റെ അണ്ടി ഞാൻ വല്ല പറയുക. ഓ ദേഷ്യം വരില്ല. ഒരു ജീവിതകാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ അയാള് കുണ്ടിയിൽ ആല് കളിക്കണ കാര്യം പറഞ്ഞോണ്ടിരിക്കണത്. അല്ല, ഇതൊക്കെയാണ് എക്സാമ്പിള്. അല്ല, നിനക്ക് ഇതിനെക്കാട്ടിലും വലിയ എക്സാമ്പിൾ ഇനി ഞാൻ എങ്ങനെയാ പറഞ്ഞു തരുവാന്ന് വെച്ചിട്ട് പറഞ്ഞതാ. ഇത് നിനക്ക് ഞാൻ പറയട്ടെ, നീ ഇതൊന്നും വലിയ നാണക്കേടായിട്ട് വിചാരിക്കണ്ട. പിന്നെ നിന്നെ പറ്റി പുറത്തൊരു വലിയ അഭിപ്രായമൊന്നും ഇല്ല. അതുകൊണ്ട് പിന്നെ അത് തീരെ പ്രശ്നമില്ല. പുറത്തൊരു ഏതെങ്കിലും പുതിയ ഒരുത്തനോ എല്ലാം പോകുന്നതാണെങ്കിൽ ഇതെല്ലാം പ്രശ്നമില്ല. പിന്നെ വാസു കല്യാണം കഴിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഇതൊന്നും വലിയ പുതുമയിലെ കാര്യമൊന്നുമല്ല. 1, 2, 3, 4 എത്രണ്ണാന്ന് ഇപ്പം പിള്ളേരെ പെരിയാതാരാക്കിന് നീ. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നേ ഉണ്ടാവില്ല വാസു. ആശാനെ, ഞാൻ ഇതുവരെ ഒരു പെങ്കൊച്ചിനെ യൂസ് ആൻഡ് ത്രോ ചെയ്തിട്ടില്ല. നീ പറയണ്ട, പൊറ അടിച്ചു പൊളിക്കും ഞാൻ. എന്താ ഞാൻ നോക്കിയിട്ടില്ല. നോക്കിയിട്ടുണ്ട് ആശാനെ, ഞാൻ ഇതുവരെ ഒരു പെങ്കൊച്ചിനെ യൂസ് ആൻഡ് ത്രോ ചെയ്തിട്ടില്ല. ഞാൻ സ്റ്റിൽ വെർജിൻ ആണ്, മനസ്സിലായ? അതെനിക്ക് വിശ്വസിക്കാൻ കുറച്ച് പണിയുണ്ട്. അതെന്താ? അന്ന് 6 കാര്യത്തിലെ സംശയം എന്ന് പറ. 6 കാര്യത്തിലെ സംശയം നിന്റെ കാര്യത്തിൽ തന്നെ അങ്ങനല്ല. ഏത് പെങ്കൊച്ചായിട്ടായിരുന്നു എനിക്ക് ശാരീരിക ബന്ധമുള്ള? നീ മറ്റേ കൺമണീനെ നോക്കി, കൺമണി പോയി. മറ്റേ നമ്മളെ എലി ലാസ്റ്റ്. അതിന് മുന്നേ വേറെ ഏതോ 2 എണ്ണം ഉണ്ടായിനല്ല. എന്റെ അമ്മക്കുട്ടീനെ ഞാൻ പറയില്ല, അത് ഓളെ ഭാഗത്ത്. അത് ഓൾക്ക് നിന്റെ സ്വഭാവം പിടിക്കായിട്ട് പോയത് അവള്. അതുകൊണ്ട് ഓളെ ഞാൻ ഒരിക്കലും പറയില്ല. ഇവരെയൊന്നും കൂട്ടത്തില് ഞാൻ എന്റെ അമ്മക്കുട്ടീനെ പെടുത്തൂല. ബാക്കിയെല്ലാം കണക്കന്നെ. ഇതിൽ ആരുമായിട്ടാണ് സംശയം? എല്ലാരുമായിട്ട് സംശയം. എനിക്ക് തോന്നുന്നു നിന്റെ കഴിവില്ലായ്മയാണ് അവരിട്ടിട്ട് പോയല്ല കാരണം. പുറത്തായിരുന്നെങ്കിൽ ഒരു 6 മാസം പ്രായമുള്ള ഒരു ട്രോഫിയെ കൈക്കോട്ട് തന്നേരുമായി. ഇവിടെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതും കൂടി ഒരു ടെസ്റ്റ് ഡോസ് അടിച്ചു നോക്കാം. ചാരവാത്ത കുഴപ്പം നോക്കാം നമുക്ക്. ഇത് അങ്ങനല്ല ആശാനെ, എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇതുവരെ കിട്ടിയിട്ടില്ല, മനസ്സിലായ? ഇത് സാഹചര്യം, അതിനുള്ള സാഹചര്യം ഞാൻ ഒരുക്കി തരാം ഇപ്രാവശ്യം. എനിക്ക് ഫുള്ള് അങ്ങനല്ല ഞാൻ പറയണ, അതല്ല കഴിഞ്ഞ വട്ടത്തെ പോലെ ഇനി എങ്ങനെ ചാടി കേറി ഇതൊന്നും ചെയ്യാതെ മുകളിൽ കേറുക ഒരുത്തന്റെ ഉള്ളിലേക്ക്. ഏതിന്റെ ഉള്ളിലേക്ക്? അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റും ഇപ്പൊ. നമ്മുടെ ഇത് ശരിയാക്കി.
ശരിയാക്കി. വേണ്ട എനിക്ക് തണുപ്പത്ത് നനഞ്ഞൂടാ, രാത്രി നനഞ്ഞൂടാ, ജലദോഷം പിടിക്കും. ഓ അങ്ങനെ പറയടാ. എന്നാ ബ്ലാക്ക് മണിയും 90 മേലെ ഡ്യൂറബിലിറ്റി ഉള്ള ഗണ്ണും കൊടുക്കണം എന്ന് പറഞ്ഞു. 90 മുകളിൽ ഡ്യൂറബിലിറ്റി ഉള്ള കണ്ണോ? അതായത് സിറ്റി ഇപ്പൊ പോവല്ലോ, ആ അപ്പൊ ഈ ബ്ലാക്ക് മണിയും 90 ഡ്യൂറബിലിറ്റിന്റെ മേലുള്ള ഗണ്ണും കൊടുത്തു കഴിഞ്ഞാല് സിറ്റി തിരിച്ചു വരുമ്പോ അവര് ആ ഗണ്ണും ബ്ലാക്ക് മണിയല്ല അതുപോലെ തന്നെ തിരിച്ചു തരും. ഓക്കെ. നാളെ എല്ലാരോടും നാളെ മറ്റന്നാളോ സെറ്റാക്കാം. ആശാനെ വെള്ളത്തിന്റെ അടിയിലാണ് ആശാനെ ഒരു സെക്കൻഡ് വന്ന് എനിക്ക് എന്റെ ഒരു എയർ ഉണ്ടായതാണോ? ആശാന് പെമ്പിള്ളേരെ പോലെ സംസാരിക്കാൻ പറ്റുമോ? അനക്കാ അയ്യോ അനക്കത് കുറച്ച് ടഫായിരിക്കും കേട്ടാ. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ആണ് സംസാരിക്കേണ്ടത്. പക്ഷെ എനക്കത് പറ്റും തോന്നില്ലടാ. എന്താ വെച്ചുകഴിഞ്ഞാലേ നമ്മളെല്ലാം ജന്മന ആണുങ്ങളല്ലേ. എന്നാലും പെണ്ണുങ്ങളെ പോലെ സംസാരിക്കാൻ ട്രൈ ചെയ്ത് നോക്കിയേ. ഇല്ല എനിക്ക് പറ്റൂല. തൊണ്ട എങ്ങനെ ശരിയാ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്യേ. ഇല്ലടാ അതെങ്ങനെ ശരിയാവുക? പറ്റും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് വേറൊരു ഐഡിയക്ക് വേണ്ടിട്ടാ. എന്തിനാ? എനിക്ക് ആശാനെ ഈ പെണ്ണ് സെറ്റ് ആവുന്നതിന് മുമ്പ് എനിക്ക് ഒരു ദിവസം ഒരു പെണ്ണിനെ കൊണ്ട് ഈ സിറ്റിയിൽ മൊത്തം കിടന്ന് ഇങ്ങനെ അഹങ്കാരത്തോടെ സംസാരിച്ച് കൊണ്ട് നടക്കണം. ഈ എലിയുടെ അതിന്റെ ചീത്തപ്പേര് എനിക്ക് വരാൻ വേണ്ടിട്ട്. അത് ആശാനൊന്നും അറിയില്ല. എല്ലാ സാധനങ്ങളൊക്കെ വെച്ച് കെട്ടിത്തരാൻ ഞാൻ. ഇതങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനക്കൊന്നും എനിക്ക് ചീത്തപ്പേരാ. നമ്മ രണ്ടീ കുണ്ടന്മാരെന്ന് വിളിക്കും. ഇല്ലെന്ന് സാധനമൊക്കെ ഞാൻ വെച്ച് കെട്ടിത്തരാം. എന്നിട്ടോ നിന്റെ ആശം കഴിയുമ്പോ എന്റെ സാധനം ഉരി മാറ്റാനാ എന്റെ ചാരിതാർത്ഥ്യം. ആശ ശബ്ദം മാത്രം മാറ്റിയാ മതി. എന്റെ മുടിയോ അതൊക്കെ വെച്ച് തരൂലേ? ഞാൻ പറയട്ടെ, നീ ഒരു ആവേശത്തിന്റെ കേറി പിടിച്ചാലോ? കാമക്കണ്ണനല്ല ഞാൻ അത്രക്ക്. ആശാനുള്ള ബോധം എനിക്കുണ്ട്. ഞാൻ എന്നിട്ട് എന്താ വേണ്ടത് അപ്പോ? പെണ്ണിനെ പോലെ സംസാരിക്കണം, അത്രയും മാത്രം മതി. എന്നിട്ടോ ബാക്കി ഞാൻ ഏറ്റ്. നിന്റെ സെറ്റപ്പാന്ന് പറയോ നീ എന്നെ? അതെ എന്റെ ലവറാണെന്നൊക്കെ പറയും എല്ലാരോടും. അപ്പൊ ആ പെണ്ണ് നാളെ എവിടെയെന്ന് വെച്ചാലോ? ഞാൻ പറയും അതൊന്നും സാധനം വാസുവേ. അതെ ഈ പിള്ളേര് വെള്ളത്തിൽ ഓക്സിജൻ ഉണ്ട് കേട്ടോ. പിള്ളേര് കളിക്കണ ഈ കളിപ്പാട്ടാണ്, മനസ്സിലായേ? അത് ശരിയാ. അപ്പൊ അത് ഞാൻ തായ്ലൻഡ് ഇപ്പൊ സൂസൻ തായ്ലൻഡിൽ പോയെന്ന് പറഞ്ഞ് അതേപോലെ എന്തെങ്കിലും പറഞ്ഞോളാം. ഞാൻ അവസാനം എടപ്പോയി എന്ന് പറയുന്നീ. അതൊക്കെ അതെല്ലാം ഞാൻ പറഞ്ഞോളാം. പെണ്ണായിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഒരു ട്രയൽ അടിച്ച് ഒരു പെണ്ണിന്റെ ശബ്ദം ഒന്ന് എനിക്കറിയാം. ആശ നല്ലൊരു അനുകരിക്കുമെന്ന്. പെണ്ണിന്റെ ശബ്ദം എനിക്ക് വരും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പ്ലീസ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത്രക്ക് സുഖിപ്പിക്കണ്ട എന്നെ. നോർമലി വിളിച്ചാ മതി. എനക്ക് അങ്ങനെ വരുള്ളൂ. ശരിയാവില്ല. ഞാൻ പറഞ്ഞേ നമ്മെല്ലാം ആണുങ്ങളല്ലടാ. എന്റെ ആശാനെ നിങ്ങളെന്താ ഇങ്ങനെ ആയി പോയത്? ഞാൻ പറയട്ടെ, ഇപ്പം ഞാനിപ്പോ ഒരു പെണ്ണായിട്ട് വന്നെന്ന് വിചാരിച്ചോ. ഞാനിപ്പോ പെണ്ണായിട്ട് വന്നിട്ട് നാളെ പോയി കഴിഞ്ഞാലും ബാസുവിന്റെ കയ്യിലിരിപ്പോണ്ട് പെണ്ണ് പോയി എന്നല്ലേ പറയാ നാട്ടാറ്. സൈഡ് ചിക്കാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ലവർ എന്ന് പറയണ്ട. നീ എന്നെ സൈഡാക്കാൻ വേണ്ടിട്ട് നോക്കുന്നല്ലേ? ബാസുക്ക് എന്നെ കണ്ട അങ്ങനെയല്ലേ തോന്നുവോ? അങ്ങനല്ല. നമ്മള് മേക്കപ്പ് ഇല്ല, ആരും അറിയാൻ പോണില്ല. ഒറ്റ മനുഷ്യൻ അറിയാൻ പോണില്ല നിങ്ങളാണെന്ന്. ആരെങ്കിലും അറിഞ്ഞാൽ എന്റെ സാധനം വെട്ടി കടലിലെറിയല്ലോ ഞാൻ. അത് നിനക്ക് ഉണ്ടോന്ന് ഇല്ലയോന്ന് എനക്കറിയില്ലല്ലോ. ഈ പെമ്പിള്ളറോട് ചോദിക്കണ്ടേ? എലീനോടും പിള്ളറോടും ചോദിച്ചാൽ ഉണ്ടോ ഇല്ലയോന്ന് അറിയില്ലൂ. ഞാൻ അവരെ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പൊ നിനക്കതില്ലേ? ഉണ്ട്. എനിക്ക് അതിനുള്ള അവസരം ഒന്നും കിട്ടിയിട്ടില്ലെന്ന്. അതെന്താ? ഞങ്ങള് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലായിരുന്നു. എടാ പ്രേമിച്ചാ മാത്രം പോരാ, ഈ സാധനം എടുത്ത് ഉപയോഗിക്കാനും അറിയണമെന്ന് എനിക്ക്. വെറുതെ അല്ല പെമ്പിള്ളറെല്ലാം ഇട്ടിട്ട് പോയി. ആശാനെ അങ്ങനത്തെ ഒരു ഇന്റിമസിയിലോട്ടൊന്നും ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഒരു സാധനം തോന്നില്ലേ? അതുണ്ട്. അവസരം കിട്ടിയിട്ടില്ലെന്ന്. ഞാൻ പെണ്ണായിട്ട് എന്താ നീ ഉദ്ദേശിക്കുന്നത്? മറ്റേ പരിപാടിയാണെങ്കിൽ വാസു നടക്കൂലേ? ഉള്ള കാര്യം ഞാൻ പറയാം. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ചുമ്മാ ഒന്ന് ഷോ ഇറക്കാൻ ആശാന്. എടാ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഞാൻ പെണ്ണായിട്ട് വന്നു കഴിഞ്ഞാല് നിന്നെ സ്നേഹിക്കുന്ന പെണ്ണ് പറയൂലേ വാസു ചേട്ടന്റെ വേറെ പെണ്ണായി അറിയില്ലേ?
ഇത് അല്ല, അപ്പൊ ഞാൻ അതിന്റെ കൂട്ടുകാരിയാന്ന് പറഞ്ഞ എന്തെങ്കിലും നാക്കറൊക്കെ അവളുടെ അടുത്ത് മാത്രം നമ്മൾ പോകുന്നില്ല. നമ്മള് ഷോ കാണിക്കേണ്ട ആൾക്കാരുടെ അടുത്ത് മാത്രമേ പോണുള്ളൂ, വേറെ ആരുടെ അടുത്തും പോണില്ല. അത് ശരി. അപ്പൊ ഞാൻ പെണ്ണായിട്ട് വന്നിട്ട് നീ പറയും നിന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന്. ഗേൾഫ്രണ്ട് അല്ല, സൈഡ് ചീക്ക്. അത് എനിക്കൊരു മോശാന്നേ വാസു, നീ ഇങ്ങനെ പറയുമ്പോ. ആശാനാണെന്ന് ആരെങ്കിലും അറിഞ്ഞാലല്ലേ ഉള്ളൂ. എന്നാലും എങ്ങാനും ആരെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാലോ? ആരും പിടിക്കൂല. ആശ പെണ്ണിന്റെ സൗണ്ടിൽ സംസാരിച്ചാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഇങ്ങനെ അവിടെ എല്ലാം ആശനാവുമ്പോ എനിക്ക് എന്ത് വേണേ പറയാം. ബാക്കിയുള്ള പെണ്ണുങ്ങളോട് പറഞ്ഞ കേസാവും വെളിയില്. ഏതോ ഇട്ടിട്ട് തൂറിയവന്റെ പിറന്നാളാ ഇന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞേ? യുജി ഇട്ട് തൂറി. ഹാപ്പി ബർത്ത്ഡേ യുജി ഇട്ട തൂറി. എന്താ ആശായ പ്രശ്നം? നമ്മുടെ കാര്യം സംസാരിക്കേ ഇട്ടിട്ട് തൂറിയവരാ ഇതൊക്കെ. കേട്ടെ, ഓൻ തൂറാമുട്ട നടക്കുന്ന സമയത്ത് ഓന് ഇട്ടത്ത് പോയിട്ട് തൂറേണ്ട അവസ്ഥ.